ഇന്ന് നമുക്ക് ഈ ഒരു സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ജേർണലിങ് ചെയ്യാനും അതേപോലെ തന്നെ ബുക്കിൽ ഒട്ടിക്കാനൊക്കെ യൂസ് ചെയ്യുക. ആദ്യം തന്നെ ഇതേപോലെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഒന്ന് വരച്ചെടുക്കുക. പിൻട്രസ്റ്റിൽ ക്യൂട്ട് സ്റ്റിക്കേഴ്സിന് സെർച്ച് ചെയ്ത് ഇതേപോലെ കുറേ പിക്ചേഴ്സ് കിട്ടും. അപ്പോൾ വരച്ചെടുക്കഴിഞ്ഞാൽ അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ട്രേസ് എടുക്കുക ചെയ്യുക. പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തും കൂടി എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനേ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രിൻ്റ് എടുത്താൽ മതി. എന്നിട്ട് അത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ഞാൻ സൈഡിൽ കുറച്ച് വൈറ്റ് പാർട്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിതിൽ 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സേഫായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ സെല്ലോ ടേപ്പ് എടുത്തിട്ട് നമ്മൾ വരച്ച ആ ഓരോ പിക്ചേഴ്സും തിരിച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒന്നല്ലെങ്കിൽ നെയിം സ്ലിപ്പിൻ്റെ ബാക്കത്തെ പേപ്പർ, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വാൾ സ്റ്റിക്കറിൻ്റെ ബാക്കത്തെ പേപ്പറാണ്. ഇനി നേരെ ആ സെല്ലോ ടേപ്പ് അതൊക്കെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് വർക്കിംഗ് ആണോ എന്ന് അറിയണ്ട. അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കർ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലുള്ള പേപ്പർ ഒന്ന് പീൽ ചെയ്തിട്ട് നമുക്ക് നേരെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അടുത്ത മെത്തേഡ് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ പശ തേച്ചിട്ട് അങ്ങനെ ഒട്ടിക്കുക. ഒന്നുകൂടി നല്ലത് ഫസ്റ്റ് കാണിച്ചതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.